എല്ലാവർക്കും നമസ്കാരം. സൺഡേ ആണ്. അപ്പോൾ ഇന്ന് ആക്ച്വലി 1-2 പരിപാടികളുണ്ട്. അപ്പം ഞാൻ അതിന് റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ കമന്റ് ബോക്സ്, മെസ്സഞ്ചറിലെ കമന്റ് ബോക്സ്, നിങ്ങൾ അയക്കുന്ന കമന്റുകൾ വായിച്ചത്, മെസ്സേജുകൾ വായിച്ചത്. അപ്പം അതിൽ കുറച്ച് പേര് എന്നോടൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു, ഒരു സിനിമാ നടൻ, അദ്ദേഹത്തിന് ക്യാൻസർ, കോളൻ ക്യാൻസർ, അതായത് നമ്മുടെ ഇതില് കോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മുടെ കുടലിൽ ഉണ്ടാവുന്ന ക്യാൻസർ സംഭവിച്ചു. അപ്പോൾ അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ധാരാളം അൽഫാം കഴിച്ചത് കാരണമാണ് കോളൻ ക്യാൻസർ വന്നത് എന്നാണ്. അപ്പൊ കുറെ പേര്, കാരണം ഇപ്പോൾ അൽഫാം ഒക്കെ കഴിക്കാത്തവര് വളരെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ്. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കോളൻ ക്യാൻസർ വരുമെന്ന് ചോദിച്ചിട്ട് കുറെ പേര് ഒരുമിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ശരി, ഇന്ന് രാവിലെ നമുക്ക് സൺഡേ അല്ലേ, അപ്പോ കോളൻ ക്യാൻസർ അൽഫാം കഴിച്ചാൽ വരുമോ എന്നുള്ളൊരു വിഷയം തന്നെ ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ പേജിൽ തന്നെ നമ്മൾ കുറച്ചു കാലം മുമ്പ് കോളൻ ക്യാൻസറിന്റെ റിസ്ക് ഫാക്ടേഴ്സ്, കുടലിൽ വരുന്ന ക്യാൻസറിന്റെ റിസ്ക് ഫാക്ടേഴ്സ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുവരാം, എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്നൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ കൂടി പറയുകയാണ്, നോക്കൂ, ഇന്ന ഭക്ഷണം കഴിച്ചതുകൊണ്ട് ഇന്ന ക്യാൻസർ വരും എന്ന് ഇതുവരെ എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. അതായത് ഇപ്പൊ ബിരിയാണി കഴിച്ചതുകൊണ്ട് ഇത് വരും, അൽഫാം കഴിച്ചതുകൊണ്ട് വരും, മന്തി കഴിച്ചുകൊണ്ട് ഇന്നത് വരും, അങ്ങനെയല്ല. അപ്പോൾ അൽഫാം എന്ന് പറയുന്ന ഒരു ഭക്ഷണ പദാർത്ഥത്തെ മാത്രമായിട്ട് അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതിന്റെ അർത്ഥം അൽഫാം നല്ലതാണ്, അല്ലെങ്കിൽ നിരന്തരമായിട്ട് അൽഫാം കഴിക്കുന്നത് നല്ലതാണ് എന്നല്ല. പക്ഷെ അങ്ങനെ ഒരു ഭക്ഷണ പദാർത്ഥത്തെ മാത്രമായിട്ട് നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോ എന്തൊക്കെയാണ് കോളൻ ക്യാൻസർ അഥവാ കുടലിലെ ക്യാൻസർ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജനറ്റിക് ആണ്. അതായത് നമുക്ക് ജനിതകമായിട്ട് ചില മ്യൂട്ടേഷൻസും കാര്യങ്ങളൊക്കെ, ഇപ്പൊ നമ്മുടെ കുടുംബത്തില് കോളൻ ക്യാൻസർ ഉള്ള ആളുകളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പല പല ക്യാൻസറുകളും, ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ, അങ്ങനെ പല ക്യാൻസറിനും നല്ല രീതിയിൽ ജനറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യം വലിയ ഒരു ഫാക്ടറായിട്ട് ഇന്ന് എല്ലാ പഠനങ്ങളും തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ചില പ്രത്യേക മ്യൂട്ടേഷൻസ് ഒക്കെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കും അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു ക്യാൻസർ മാത്രമല്ല കേട്ടോ, ധാരാളം ക്യാൻസറുകൾ, അങ്ങനെ ഒവേറിയൻ ക്യാൻസർ ഉണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, സ്ത്രീകളിലൊക്കെ പ്രത്യേകിച്ചിട്ട് കുടുംബപരമായിട്ട് പല ക്യാൻസറുകളും കാണപ്പെടാറുണ്ട്. അപ്പൊ അതിലൊന്ന് തന്നെയാണ് കോളൻ ക്യാൻസറും. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ഒരു റിസ്ക് ഫാക്ടർ ആയിട്ട് പറയുന്നത്, കുടുംബപരമായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ കോളൻ ക്യാൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ മലത്തില് രക്തമൊക്കെ പോകുന്നുണ്ടെങ്കിൽ, മലത്തില് മ്യൂക്കസ് അല്ലെങ്കിൽ പിത്തം, കഫമൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, വിട്ടുമാറാത്ത വയറിളക്കം, വിട്ടുമാറാത്ത കോൺസ്റ്റിപ്പേഷൻ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് പൈൽസ് ആണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണ് എന്ന് പറഞ്ഞിരിക്കരുത്. ദയവ് ചെയ്ത് പോയിട്ട് കാണിക്കണം. കൊളനോസ്കോപ്പി നിർബന്ധമായിട്ടും ചെയ്യണം, ബയോപ്സി ചെയ്യണം കേട്ടോ. അപ്പോൾ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം പാരമ്പര്യം തന്നെയാണ്. ഇനി ബാക്കിയുള്ള കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് പാരമ്പര്യം ഉണ്ട്, അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഇതൊക്കെ കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെക്കാൾ വളരെ കൂടുതലാണ് നിങ്ങൾക്ക് കുടലിലെ ക്യാൻസർ വരാനുള്ള സാധ്യത. ആ അഡിക്റ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഏജ് ആണ്. നിങ്ങളുടെ ഏജ് കൂടുന്തോറും, അതായത് 40 വയസ്സിന് മീതെയാണ് സാധാരണ രീതിയിൽ മെജോറിറ്റി ഓഫ് കോളൻ ക്യാൻസർ കാണാറുള്ളത്. അപ്പോൾ ഏജ് കൂടുന്തോറും നോർമലായി തന്നെ ആ റിസ്ക് കൂടുന്നു. പിന്നെ മദ്യപാനം, പുകവലി, ഓക്കെ, അതായത് നിങ്ങൾക്ക് ജനറ്റിക് ആയിട്ടുള്ള നിങ്ങളുടെ പാരമ്പര്യമായിട്ട് തന്നെ കോളൻ ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണ്. പ്ലസ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു, മദ്യപിക്കുന്നു, പുകവലിക്കുന്നു, ഡെഫിനറ്റ്ലി കോളൻ ക്യാൻസർ വരാനുള്ള സാധ്യത ബാക്കിയുള്ളവരെക്കാൾ നിങ്ങൾക്ക് വളരെ മടങ്ങ് തന്നെ കൂടുതലാണ്. പ്ലസ് പ്രോസസ്ഡ് മീറ്റ്, റെഡ് മീറ്റ്, അതായത് ചുവന്ന, പ്രത്യേകിച്ച് ബീഫ്, മട്ടൺ പോലെയൊക്കെയുള്ള റെഡ് മീറ്റും പ്രോസസ്ഡ് മീറ്റും, ഇപ്പൊ നമ്മൾ പ്രോസസ് ചെയ്തിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടില്ല, ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ്, ഇതൊക്കെ നിരന്തരമായിട്ട് കഴിക്കുന്നത്, എപ്പോഴെങ്കിലും അല്ല, നിരന്തരമായിട്ട് കഴിക്കുന്നത് കോളൻ ക്യാൻസറിന്റെ സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെയാണ് ഒബീസിറ്റി, നിങ്ങളുടെ പൊണ്ണത്തടി, അതായത് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, നിങ്ങൾ ഒരു എക്സസൈസും ചെയ്യുന്നില്ല, വളരെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരാണ്, പ്രത്യേകിച്ചിട്ട് ഒരു ദേഹാധ്വാനവും ഇല്ല, ഒബീസിറ്റി, പൊണ്ണത്തടി വരുന്നു, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇതിന് കൂടുതലായിട്ട് സാധ്യത വർദ്ധിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ പറയണമെന്നുണ്ടെങ്കിൽ ഫൈബർ ഒട്ടും തന്നെ ഇല്ലാത്ത ഡയറ്റുകൾ, അതായത് ഇപ്പോൾ പച്ചക്കറികളും ഇലക്കറികളും, അതിന്റെ അർത്ഥം അപ്പൊ പലരും വിചാരിക്കുന്നത് കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആയി കഴിഞ്ഞാൽ കോളൻ ക്യാൻസർ വരില്ല എന്നാണ്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതായത് വെജിറ്റേറിയൻകാർക്ക് കോളൻ ക്യാൻസർ വരില്ല, നോൺ വെജ് കഴിക്കുന്നവർക്കാണ് വരുന്നത്, അങ്ങനെയല്ല. പഠനങ്ങൾ അങ്ങനെ വലിയൊരു വ്യത്യാസമൊന്നും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ വെജിറ്റേറിയൻ എന്ന് പറയുന്ന ഭക്ഷണത്തിലാണ് കൂടുതലായിട്ട് പലപ്പോഴും ഫൈബർ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫൈബർ ഒട്ടും ഇല്ലാത്ത ഭക്ഷണം എപ്പോഴും ഈ പറയുന്ന പോലെ മന്തിയും അൽഫാമും ബിരിയാണിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് പണി തരും. കാരണം ഫൈബർ കണ്ടന്റ് ഒട്ടും തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കോളൻ ക്ലീനിങ്ങിന് ഫൈബർ വളരെയധികം അത്യാവശ്യമാണ്. അപ്പൊ ഫൈബർ ഇല്ലാത്ത ഭക്ഷണങ്ങൾ നിരന്തരമായി കഴിക്കുന്നതും കോളൻ ക്യാൻസറിന്റെ സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് കുടലിന്റെ ക്യാൻസറിന്റെ
പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സ്. അല്ലാതെ ഒരു പ്രത്യേക ഭക്ഷണം ഇപ്പം അപ്പൊ പലരും വിചാരിക്കും ഓക്കെ അൽഫാം വളരെയധികം സേഫ് ആണ്. അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതിൽ ഇൻഡയറക്ട്ലി സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്ന ആളുകൾ പലപ്പോഴും വേണ്ടത്ര പച്ചക്കറികളോ ഇലക്കറികളോ ഒന്നും കഴിക്കില്ല, ഫൈബറുള്ള ഭക്ഷണങ്ങൾ കഴിക്കില്ല, അല്ലെ? അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഭക്ഷണ പദാർത്ഥം കോസ് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി ഇത്തരത്തിൽ ഫൈബർ കണ്ടന്റ് ഇല്ലാത്ത സ്ഥിരമായിട്ട് നോൺ വെജും റെഡ് മീറ്റും ഇങ്ങനെയുള്ള അൽഫാം മന്തി പോലെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള പണി, അതിപ്പോ കുടലിലെ ക്യാൻസർ മാത്രമൊന്നല്ല, പല രീതിയിലുള്ള പണി. ഇപ്പൊ ഇൻഡയറക്ട്ലി അത് പൊണ്ണത്തടി ഉണ്ടാക്കില്ലേ? ഒബ്വിയസ്ലി ഉണ്ടാക്കും, അല്ലെ? നമ്മൾ പച്ചക്കറി ഒന്നും കഴിക്കാതെ ഇതന്നെ അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പൊണ്ണത്തടി ഉണ്ടാക്കും. അപ്പോൾ ഈ പൊണ്ണത്തടി ഇൻഡയറക്ട്ലി റിസ്ക് ഫാക്ടർ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വളഞ്ഞ് ഇത് പല രീതിയിൽ കോളൻ ക്യാൻസറിന് കാരണമാകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പലരും നമ്മളിങ്ങനെ അതായത് ഇന്നതിന് കാരണമാവുന്നു, അതായത് അൽഫാം കഴിച്ചു കഴിഞ്ഞാൽ കോളൻ ക്യാൻസർ വരും, അങ്ങനെയല്ല. നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഒരു അൽഫാം കഴിക്കണോണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും നമ്മളൊരു ഹെൽത്തി ഫുഡ് ഹാബിറ്റ് അതിൽ എല്ലാം ഉൾപ്പെടുത്തണം. നോൺ വെജ് ഉൾപ്പെടുത്തണം, വെജ് ഉൾപ്പെടുത്തണം, എല്ലാ സംഗതികളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ കോളന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, കുഞ്ഞു ടോപ്പിക്കാണ്. പിന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ ഞാൻ വേഗം ഒന്ന് പറഞ്ഞു പോവാം. പലർക്കും ഇത് വളരെ ലേറ്റ് ആയിട്ട് നമ്മൾ നല്ല ആദ്യത്തെ സ്റ്റേജിലൊക്കെ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് 100% നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു രോഗം. പക്ഷെ പലപ്പോഴും നിർഭാഗ്യവശാൽ കോളൻ ക്യാൻസർ അല്ലെങ്കിൽ കുടലിലെ ക്യാൻസർ ഏറ്റവും ലേറ്റ് സ്റ്റേജിലൊക്കെയാണ് കണ്ടുപിടിക്കുക. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഇങ്ങനെ മലത്തില് രക്തം കാണും, മലത്തിൽ കഫം കാണും, ഇങ്ങനെ ഇടയ്ക്ക് മലബന്ധം ഇടയ്ക്കിടയ്ക്ക് വരും, അല്ലെങ്കിൽ വയറിളകി പോവും ഇടയ്ക്കൊക്കെ, അങ്ങനെ നിങ്ങൾ ഭയങ്കരമായിട്ട് ശോഷിക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാത്തിനും ഒറ്റ ഡയഗ്നോസിസേ ഉള്ളൂ, പൈൽസ്, അല്ലെ? അർഷസ് ആണ്, പൈൽസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കും. അപ്പൊ അതിനുവേണ്ടി പല സ്ഥലത്തുനിന്നും ഒറ്റമൂലിയും അതും ഇതൊക്കെ ചികിത്സ എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഇത് ലേറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇങ്ങനത്തെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് വെച്ചിരിക്കരുത്, കൊണ്ടുപോയിട്ട് ഒരു ഡോക്ടറെ കാണിക്കണം. ഒരു സർജൻ ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു ഗാസ്ട്രോഎൻട്രോളജിസ്റ്റിനെയോ ആണ് കാണിക്കേണ്ടത്. കൊളനോസ്കോപ്പി ആവശ്യമാണെങ്കിൽ ചെയ്യണം. അവർക്ക് കൊളനോസ്കോപ്പി ചെയ്ത് എന്തെങ്കിലും അവിടെ അൾസറോ കാര്യങ്ങളോ. പിന്നെ ഒരു കാര്യം കൂടി റിസ്ക് ഫാക്ടർ ആയിട്ട് പറയുന്നത് ഞാൻ മറന്നുപോയി. കുറേ കാലമായിട്ടുള്ള അൾസേഴ്സ് അല്ലെങ്കിൽ അൾസേഴ്സ് പറഞ്ഞ കൊളൈറ്റിസ് എന്ന് പറയും. ഇപ്പം അങ്ങനെ പല ക്രോൺസ് ഡിസീസ് അങ്ങനെയൊക്കെയുള്ള അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്നൊക്കെ പറയുന്ന ചില ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ട് ബവലിന്റെ. അപ്പൊ ആ രോഗമുള്ള ആളുകൾ, അത് കുറെ കാലമായിട്ടുള്ള ആളുകളിൽ ഒരു ചെറിയ ശതമാനം ആളുകളിൽ അത് പിന്നീട് കോളൻ ക്യാൻസർ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ്. അപ്പോ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു. ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ബയോപ്സിയാണ് അതിന്റെ കൺഫർമേറ്ററി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. അപ്പൊ അത് ഏത് ടൈപ്പാണ്, എന്ത് സ്റ്റേജ് ആണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ വീടുകളിൽ പച്ചക്കറി തോട്ടം ഉണ്ടാക്കുക, അതിൽ നിന്നും കിട്ടുന്ന പച്ചക്കറിയാണ് ഏറ്റവും ഉത്തമം. അല്ല, കറക്റ്റ്, അത് വർഗീസ് സാർ പറയുന്നത് കറക്റ്റ് ആണ്. അപ്പൊ പക്ഷെ എത്ര പേർക്ക് അതൊക്കെ സാധിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത് ചെയ്യാവുന്നതാണ്, വളരെ നല്ലതാണ്. വിഷാംശമൊന്നും ഇല്ലാത്ത നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറിയേക്കാൾ നല്ലതായിട്ട് നമുക്ക് എന്തുണ്ട്, അല്ലെ? നല്ലതന്നെ. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? കോളൻ ക്യാൻസർ അഥവാ കുടലിലെ ക്യാൻസറിനെ പറ്റി എന്തെങ്കിലും ഇനി സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ചെറിയൊരു ടോപ്പിക്കാണ്. ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കണ്ടതുകൊണ്ടും കുറെ പേര് അത് ചോദിച്ചത് കൊണ്ടും പറഞ്ഞതാണ് കേട്ടോ. ഇപ്പൊ ആ ഒരു കാര്യം ക്ലീൻ ആയല്ലോ, അല്ലെ? അൽഫാം ക്യാൻസർ ഉണ്ടാക്കൂ എന്നുള്ള ക്വസ്റ്റിനുള്ള ആൻസർ ആയല്ലോ. യെസ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇനി? ഞാൻ മുകളിലേക്ക് ഒന്ന് നോക്കട്ടെ. അൽഫാമിന്റെ കരിഞ്ഞ ഭാഗം കഴിച്ചാൽ കുഴപ്പമുണ്ടോന്നോ? എന്താ പറയുക, അൽഫാമിന്റെ കരിഞ്ഞ ഭാഗം കഴിച്ചോ കരിയാത്ത ഭാഗം കഴിച്ചോ എന്നുള്ളതല്ല നമ്മുടെ ചോദ്യം. ഓക്കെ, കരിഞ്ഞ ഭാഗം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കുറയുന്നുള്ളതല്ലാതെ അത് കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. യെസ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നെക്സ്റ്റ് 2 മിനിറ്റ്സിൽ ചോദിക്കാം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കോളൻ ക്യാൻസർ ആണ്. അതായത് കുടലിലെ ക്യാൻസർ. അൽഫാം കോളൻ ക്യാൻസർ ഉണ്ടാക്കി എന്ന് റീസെന്റ് ഒരു നടൻ, സുധീർ എന്ന് പറയുന്ന ഒരു നടനാണ് പറഞ്ഞത്. അദ്ദേഹം ക്യാൻസറിനൊക്കെ അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു വന്ന ഒരാളാണ്. പക്ഷെ മേ ബി പലപ്പോഴും എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ അവർ പിന്നെ എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ളത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. പലരും ചിന്തിക്കും അല്ലെ, എന്തുകൊണ്ട് നമുക്കിത് വന്നു. അപ്പൊ അവർക്ക് തോന്നുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഞാൻ ഇതൊക്കെ കുറച്ച് കൂടുതലായിട്ട് കഴിച്ചു, അപ്പൊ ഇതുകൊണ്ടായിരിക്കാം വന്നത്. അല്ലാതെ അതിന് സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് നമുക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളാണ്. ഇത് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ അദ്ദേഹം പുകവലിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഇതിനേക്കാൾ വലിയൊരു റിസ്ക് ഫാക്ടറാണ്. സത്യത്തിൽ അൽഫാം കഴിക്കണേക്കാൾ വലിയ റിസ്ക് ഫാക്ടറാണ് അദ്ദേഹം. എനിക്കറിയില്ല, പുകവലി മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി അത് ഇതിലും വലിയ റിസ്ക് ഫാക്ടറാണ്. പക്ഷെ പലരും അതൊന്നും ഒരിക്കലും
അവരുടെ മനസ്സിലേക്ക് വരില്ല. പലപ്പോഴും നമ്മൾ കഴിച്ച ഭക്ഷണമോ അങ്ങനെയൊക്കെയാണ്, അത് നമ്മൾ മനുഷ്യപരമായിട്ട് അങ്ങനെയാണ് നമുക്ക് തോന്നുക. ഓക്കെ, യെസ്, ഓക്കെ. വാട്ട് ഈസ് ലിംഫോമ എന്ന് ശ്രീജിത്ത് ചോദിച്ചിട്ടുണ്ട്. ലിംഫോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീജിത്ത്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ക്യാൻസർ. അതായത് ലിംഫോമ, ലിംഫ് നോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴല എന്ന് നമ്മൾ പറയാറില്ലേ, കഴലകൾ. നമ്മുടെ ശരീരത്തിൽ ധാരാളം ലിംഫ് നോഡുകളുണ്ട്. അപ്പൊ ലിംഫ് നോഡുകളുടെ പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ട ചില സംഗതികളൊക്കെ അതിൽ ഉണ്ടാക്കപ്പെടുന്നുണ്ട്, ചില ഘടകങ്ങൾ. അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ലിംഫ് ഡ്രെയിനേജ്, അതായത് നീര്, പിത്തം എന്നൊക്കെ പറയുന്ന ലിംഫ് ഡ്രെയിനേജിന് സഹായിക്കുന്നത് ലിംഫ് നോഡുകളാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ ലിംഫ് നോഡുകളിലെ സെല്ലുകൾ ക്രമാതീതമായിട്ട് പെറ്റുപെരുകും. അതാണല്ലോ ക്യാൻസർ. അപ്പൊ അതിനെയാണ് നമ്മൾ ലിംഫോമ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ക്യാൻസർ. പക്ഷേ പ്രോപ്പർ ആക്ച്വലി അത് ലിംഫ് നോഡുകൾ വലുതാവുക എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട അതിന്റെ ഒരു ലക്ഷണം. അതിന്റെ കൂടെ തന്നെ വിട്ടുമാറാത്ത പനി ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് ശോഷിച്ച് വെയിറ്റ് ലോസ് ഉണ്ടാവാം, പിന്നെ നൈറ്റ് സ്വെറ്റ്സ്, അതായത് രാത്രിയൊക്കെ ഭയങ്കരമായിട്ട് വിയർക്കുക, പനിയൊന്നുമില്ല പക്ഷെ വിയർക്കുക, അങ്ങനെയൊക്കെയുള്ള പല ലക്ഷണങ്ങളുമാണ്. പിന്നെ ലിംഫ് നോഡുകൾ പലപ്പോഴും വലുതാവും. അപ്പൊ നമ്മൾ അതിന്റെയൊക്കെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുമ്പോഴാണ് അത് കാണാൻ പറ്റുക. ലിംഫ് നോഡിന്റെ ബയോപ്സി ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. ലിംഫോമയ്ക്കൊക്കെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ലഭ്യമാണ്. ഓക്കെ, ഷാജി പേരാവൂർ ചോദിച്ചു, സരിൻ BJP പോവോ? അല്ല, സരിൻ BJP പോയാൽ ഷാജിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഷാജിയുടെ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും ചെലവുണ്ടോ? സരിൻ BJPയിലോ CPMലോ കോൺഗ്രസിലോ എന്തിലാന്ന് വെച്ചാൽ പൊക്കോട്ടെ. ഷാജിയുടെ കാര്യം നോക്കി ജീവിക്കുകയല്ലേ നല്ലത് എന്റെ ഷാജി. യെസ്, സുബൈർ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന വിഷം നിറഞ്ഞ നമ്മൾ എന്തിനാ ഈ തമിഴ്നാടിനെ മാത്രം കുറ്റം പറയുന്നത്? നമ്മളൊരു കൺസ്യൂമറാണ്. കേരളം എന്ന് പറയുന്നത് അരിക്ക് പോലും നമ്മൾ വേറെ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പോൾ നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറിയിലെല്ലാം വിഷാന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതില്ലെങ്കിൽ നമ്മൾ പട്ടിണിയാവും. അപ്പോൾ ഇതിനൊക്കെയുള്ള പ്രതിവിധി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ തന്നെ കുറെ ഉണ്ടാക്കുക, ഉൽപ്പാദിപ്പിക്കുക, പറ്റുന്നത് നമ്മളെ വീട്ടിലുണ്ടാക്കുക എന്നൊക്കെയാണ്. പക്ഷെ ഇതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. യെസ്, ശ്രീജിത്ത് ഇപ്പൊ ചോദിച്ച ലിംഫോമയുടെ കാര്യം ക്ലിയർ ആയല്ലോ. യെസ്, ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? രാകേഷ് അതിന്റെ ലക്ഷണം എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതിന്റെ ലക്ഷണം രാകേഷേ? കോളൻ ക്യാൻസറിന്റെയും ലിംഫോമയുടെയും ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് കേട്ടാൽ മതി. യെസ്, ഓക്കെ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കണേ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കോളൻ ക്യാൻസർ ആണ്, അതായത് കുടലിലെ ക്യാൻസർ ആണ് നമ്മുടെ ടോപ്പിക്. യെസ്, അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരുമാതിരിപ്പെട്ട സംശയങ്ങളൊക്കെ ഓക്കെ ആയി എന്നല്ലേ? യാ, ഫൈൻ. നല്ല ടോപ്പിക്കാണ്, എല്ലാം മനസ്സിലായി എന്ന് പറയുന്നു. വളരെ സന്തോഷം. അപ്പൊ നമുക്കിനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോ എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഫൈബർ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണക്രമത്തിൽ എന്തായാലും നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അത് പല കാര്യങ്ങൾക്ക്, നമ്മുടെ ഷുഗർ കൺട്രോളിന് നമ്മളെ സഹായിക്കും, നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഈ പൊണ്ണത്തടി അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ഈവൻ ക്യാൻസറിന് വരെ റിസ്ക് ഫാക്ടർ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ തടി, നമ്മുടെ വെയിറ്റ്, നമ്മുടെ ബോഡി ഷേപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, അത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി കൂടിയാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കുക. എക്സസൈസ് ചെയ്യുക, ഹെൽത്തി ഡയറ്റ് ചെയ്യുക, ഫൈബർ കണ്ടെയ്നിങ് ഡയറ്റ് ചെയ്യുക, പച്ചക്കറികളും ഇലക്കറികളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, പഴവർഗ്ഗങ്ങൾ കഴിക്കുക. നോൺ വെജ് കഴിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. പ്രോട്ടീൻ നല്ലപോലെയുള്ള ഭക്ഷണ പദാർത്ഥമാണ് നോൺ വെജ്. പക്ഷെ അത് മാത്രം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും കേട്ടോ. യെസ്, അപ്പൊ ശരി, എല്ലാവർക്കും ബൈ. എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ, ബൈ. ഇന്ന് ദുബായിലുള്ള ആളുകളൊക്കെ ഓർമ്മയിലേക്ക് വരിക കേട്ടോ. ഇന്ന് വൈകുന്നേരം നമ്മുടെ സെഷൻ ഉണ്ട് 2:30 ദുബായ് ഫോക്ലോർ ഹാളിൽ വെച്ചിട്ടാണ്. ദുബായ് ഫോക്ലോർ ഹാളിൽ വെച്ചിട്ടാണ് ഓർമ്മ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഇന്നലെ നമുക്കൊരു സെഷൻ ഉണ്ടായിരുന്നു. ഇന്നും 2:30 ഒരു സെഷൻ ഉണ്ട്. അപ്പൊ ദുബായിൽ വരാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കാണാൻ വരും. നമുക്ക് അവിടെ നിന്ന് നേരിട്ട് കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ, ബൈ. പൊറോട്ട കഴിച്ചാൽ ക്യാൻസർ വരുമോ ചോദിക്കുന്നുണ്ട്. നോക്കൂ, ഈ പൊറോട്ട കഴിച്ചാൽ ഇതൊക്കെ കുറെ തെറ്റിദ്ധാരണകളാണ്. പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആക്ച്വലി മൈദ വളരെയധികം കൂടിയ, ഫൈബർ ഇല്ല. ഇതിന്റെയൊക്കെ ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫൈബർ ഇല്ലാത്ത ഭക്ഷണങ്ങളാണ്. ഇപ്പം നമ്മുടെ ഗോതമ്പ്, മൈദ, ഇതെല്ലാം തവിടൊക്കെ മാറ്റിയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതിൽ ഫൈബർ കണ്ടന്റ് വളരെ കുറവാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഫൈബർ കണ്ടന്റ് എത്രത്തോളം നമ്മുടെ ഭക്ഷണത്തിൽ കുറയുന്നോ അത്രത്തോളം നമുക്ക് കോളൻ ക്യാൻസറിനുള്ള റിസ്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഫൈബർ കണ്ടന്റ് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ അല്ലാതെ പൊറോട്ടയെ മാത്രമായിട്ട് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പൊ പൊറോട്ട എന്ന് പറയുന്ന ഒരു ഭക്ഷണ പദാർത്ഥം, പക്ഷെ ഇങ്ങനെയുള്ള ധാരാളം ഭക്ഷണങ്ങളുണ്ട്.
അപ്പോൾ ഫൈബർ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. എന്നിട്ട് നിങ്ങൾ പൊറോട്ട കഴിച്ചോ, കുഴപ്പമില്ല. യെസ്, ഓക്കെ. അപ്പൊ ശരി, എല്ലാവർക്കും ബൈ. ദുബായിൽ നിന്ന് ഈവനിങ് വരാൻ പറ്റുന്ന ആളുകൾ വരൂ, 2:30 നമുക്ക് അവിടുന്ന് കാണാം. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.